തിരുവനന്തപുരം കല്ലമ്പലത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 17 പേർക്ക് പരിക്ക്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കൊടകര MBA കോളേജിൽ നിന്നുള്ളവർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, വലിയ തരത്തിലുള്ള ഒരു അപകടമാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയായിരുന്നു ഈ അപകടമുണ്ടായത്? ഇപ്പോൾ ഈ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 2 പേരുടെ നിലവിലെ സാഹചര്യം എന്താണ്? അൻസറി, ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. കൊടകര സൗഹൃദ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വിഴിഞ്ഞം ഹാർബറിലേക്ക് പഠനയാത്രയ്ക്കായി എത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബസ്സിൽ ആകെ 40 പേരാണ് ഉണ്ടായിരുന്നത്. 40 വിദ്യാർത്ഥികളും അധ്യാപകരും ബസ്സിലെ ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 17 പേർക്കാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഈ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ ബസ് പല ഭാഗങ്ങളിലും സർവീസ് റോഡ് വഴിയാണ് സഞ്ചരിക്കേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ പ്രധാന പാതയിൽ നിന്നും ഒരു സർവീസ് റോഡിലേക്ക് കയറിയ ഭാഗത്താണ് ബസ് ഇടതുവശത്തേക്ക് പാളുകയും ടയറുകൾ മണ്ണിൽ താഴ്ന്ന് ആ ഭാഗത്തേക്ക് തന്നെ ബസ് മറിയുകയുമാണ് ഉണ്ടായത്. ഈ റോഡിന് സമീപത്തുള്ള വീടിന്റെ സൺഷെയ്ഡിൽ തട്ടിയാണ് ഈ ബസ് നിൽവിൽ ഉള്ളത്. ഇതിൽ ഉണ്ടായിരുന്ന പരിക്ക് പറ്റിയ 17 പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. അവിടെ നിന്നും ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയെ കൊല്ലം ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വാഹനത്തിലെ ഡ്രൈവർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അനുസരി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.